നിലവിൽ ഫോൺ പേ ഉൾപ്പെടെ നമ്മൾ UPI പേയ്മെന്റ് ചെയ്യുന്ന പല പ്ലാറ്റ്ഫോമിലും ബയോമെട്രിക് സംവിധാനം വഴി UPI പേയ്മെന്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വന്നു കഴിഞ്ഞു. അതായത് നമ്മൾ ഈ നോർമലി UPI പേയ്മെന്റ് ചെയ്യുമ്പോൾ നമ്മൾ ആ ഒരു ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് UPI പിൻ എൻ്റർ ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ഒരു ഫീച്ചർ വന്നതോടുകൂടി 5000 രൂപ വരെയുള്ള പേയ്മെന്റ് ആണെങ്കിൽ നമുക്ക് UPI പിൻ എൻ്റർ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ബയോമെട്രിക് വഴി നമുക്ക് ഒതൻറ്റിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ നിങ്ങൾ iPhone ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഫേസ് ID മതിയാകും. ഫേസ് ID വഴി ഒതൻറ്റിക്കേഷൻ കംപ്ലീറ്റ് ചെയ്ത് നിങ്ങൾക്ക് പേയ്മെന്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ആൻഡ്രോയിഡ് ഡിവൈസ് ആണെങ്കിൽ ഫിംഗർ പ്രിന്റ് വഴി ഒതൻറ്റിക്കേഷൻ കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ആ ഒരു ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഫേസ് ID സപ്പോർട്ട് ചെയ്യുന്ന ആൻഡ്രോയിഡ് ഫോണിൽ ഈ ഒരു ഫീച്ചറിൽ ഫേസ് ID സപ്പോർട്ട് ചെയ്യുമോ എന്ന് എനിക്കറിയില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഈ ഒരു ഫീച്ചറിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ 5000 രൂപ വരെയുള്ള എമൗണ്ടിൻ്റെ ട്രാൻസാക്ഷൻ നമുക്ക് ഈ രീതിയിൽ ബയോമെട്രിക് വഴി ഒതൻറ്റിക്കേഷൻ കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. 5000 രൂപയ്ക്ക് മുകളിലുള്ള പേയ്മെൻറ്റ് ആണെങ്കിൽ അവിടെ നമ്മൾ മുമ്പ് ചെയ്തിരുന്ന പോലെ UPI പിൻ എൻ്റർ ചെയ്ത് തന്നെ ഒതൻറ്റിക്കേഷൻ കംപ്ലീറ്റ് ചെയ്തതായിട്ട് വരും. അതേപോലെ തന്നെ നമുക്ക് നോർമലി ബാങ്ക് അക്കൗണ്ടിന് സപ്പോർട്ടാകും. അതുപോലെ തന്നെ റൂപേ വേരിയൻ്റ് ക്രെഡിറ്റ് കാർഡ് ആണെങ്കിലും അത് ഉപയോഗിച്ച് നടന്ന UPI പേയ്മെൻറ്റിലും ഈ ഒരു ഫീച്ചർ നമുക്ക് എനേബിൾ ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷേ ഇപ്പോൾ നിലവിൽ എല്ലാ ബാങ്കിലും ഇത് സപ്പോർട്ട് ചെയ്യുന്നില്ല. സപ്പോർട്ട് ചെയ്യുന്ന ബാങ്കുകളിൽ മാത്രമേ ഈ ഒരു ഫീച്ചർ നമുക്ക് എനേബിൾ ചെയ്യാനായിട്ട് സാധിക്കൂ. ഇത് മാൻഡേറ്ററി ആയിട്ട് ഉപയോഗിക്കണം അങ്ങനെയുള്ള കണ്ടീഷനോ കാര്യങ്ങളോ ഒന്നുമില്ല. നമുക്ക് വേണമെങ്കിൽ ഇത് ഓപ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ നോർമലി ചെയ്യുന്ന പോലെ UPI പിൻ എൻ്റർ ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഒരു വട്ടം നമ്മൾ ഇത് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ എപ്പോൾ വേണമെങ്കിലും നമുക്കത് ഡീആക്ടിവേറ്റ് ചെയ്യുകയും ചെയ്യാം. അതിനുള്ള ഫീച്ചർ നമുക്ക് ആപ്പിൽ ലഭ്യമാണ്. ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്തെന്ന് വെച്ചാൽ ഒന്നാമതായിട്ട് UPI പിൻ ഓർത്തിരിക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല. പലപ്പോഴും നമ്മൾ UPI പിൻ എൻ്റർ ചെയ്യുമ്പോൾ അത് നമ്മൾ മറന്നു പോകുന്ന ഒരു സിറ്റുവേഷനൊക്കെ വരാറുണ്ട്. പിന്നെ നമ്മൾ റീസെറ്റ് ചെയ്തൊക്കെ എടുക്കണം. പക്ഷേ ഇവിടെ UPI പിന്നിൻ്റെ ആവശ്യം വരുന്നില്ല. നമുക്ക് ഫേസ് ID അല്ലെങ്കിൽ ഫിംഗർ പ്രിൻറ്റോ വഴി ഒതൻറ്റിക്കേഷൻ കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ചെയ്യാം. രണ്ടാമതൊരു അഡ്വാൻറ്റേജ് എന്തെന്ന് വെച്ചാൽ നമ്മൾ തിരക്കുള്ള ഇപ്പോൾ ഷോപ്പിലോ അല്ലെങ്കിൽ ഫ്യൂൾ സ്റ്റേഷനിലൊക്കെ പോയിട്ട് നമ്മൾ പേയ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ തൊട്ട് പിന്നിലുള്ള ആൾക്ക് പലപ്പോഴും നമ്മൾ UPI പിൻ എൻ്റർ ചെയ്യുന്നത് കാണുവാനായിട്ട് സാധിക്കും. പക്ഷേ ഇവിടെ അങ്ങനെ നമ്മൾ UPI പിൻ എൻ്റർ ചെയ്യുന്നത് ആ ഒരു ആവശ്യം വരുന്നില്ല. അതുകൊണ്ട് തന്നെ കൂടുതൽ സെക്യൂർ ആക്കാൻ നമുക്ക് കഴിയും. നമ്മുടെ ഫേസ് ID അല്ലെങ്കിൽ ഫിംഗർ പ്രിൻറ്റോ വഴി തന്നെ നമുക്ക് ആ ഒരു ഒതൻറ്റിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യാം. പിന്നെ നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ മറ്റുള്ളവർ കാണുന്ന ഒരു പ്രശ്നം നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും. പിന്നെ മറ്റൊരു അഡ്വാൻറ്റേജ് എന്തെന്ന് വെച്ചാൽ പ്രായമായ മുതിർന്ന പൗരന്മാർക്കാണ്. അവരെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ എളുപ്പം ആണ് ഈ ഒരു മെത്തേഡ് എന്ന് പറയുന്നത്. പിന്നെ ഒന്ന് ഓർത്തിരിക്കേണ്ട അത് ടൈപ്പ് ചെയ്യുന്ന ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഒഴിവാക്കാം. ഫേസ് ID അല്ലെങ്കിൽ ഫിംഗർ പ്രിൻറ്റോ വഴി തന്നെ ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ ഒരു അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ ഫാസ്റ്റ് ആണ് കൂടുതലായിട്ടും. മറ്റേ നോർമലി നമ്മൾ ചെയ്യുന്ന സമയത്ത് UPI പിൻ എൻ്റർ ചെയ്യണം. അവിടെ ഒരു എക്സ്ട്രാ ലെയർ കൂടി വരുന്നുണ്ട്. ഇവിടെ ആ ഒരു ലെയർ ഒഴിവാക്കിയിട്ട് നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ഫേസ് ID സ്കാൻ ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ നമ്മൾ ഡിവൈസിൽ ആഡ് ചെയ്തിട്ടുള്ള നമ്മുടെ ഫിംഗർ പ്രിൻറ്റ് വഴി ഒതൻറ്റിക്കേഷൻ കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ആ ഒരു ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. നിലവിൽ എല്ലാ പ്ലാറ്റ്ഫോമുകളിലും ഈ ഒരു ഫീച്ചർ വന്നിട്ടില്ല. ഇപ്പോൾ ആൻഡ്രോയിഡ് ആണെങ്കിൽ ആൻഡ്രോയിഡ് വെർഷൻ ഗൂഗിൾ പേയിൽ ഈ ഒരു ഫീച്ചർ വന്നിട്ടുണ്ട്. പക്ഷേ iOS വെർഷൻ ഗൂഗിൾ പേയിൽ ഈ ഒരു ഫീച്ചർ വന്നിട്ടില്ല. ഞാൻ ഉപയോഗിക്കുന്ന iOS ആണ്. അപ്പോൾ നിലവിൽ iOSലാണെങ്കിൽ ഗൂഗിൾ പേയിലില്ല, പക്ഷേ ഫോൺ പേയിലുണ്ട്, പേടിഎമ്മിലുണ്ട്, ക്രെഡിലുണ്ട്, പിന്നെ സ്ലൈസിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ കുറച്ച് പ്ലാറ്റ്ഫോംസിലാണ് ഇത് സപ്പോർട്ട് ചെയ്യുന്നത്. സോ സപ്പോർട്ട് ചെയ്യുന്ന പ്ലാറ്റ്ഫോംസ് ഏതൊക്കെയാണ്, അതുപോലെ തന്നെ എങ്ങനെ നമുക്കൊരു ഫീച്ചർ എനേബിൾ ചെയ്യാം, അതുപോലെ തന്നെ ഡിസേബിൾ ചെയ്യാമെന്നും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. വെൽക്കം ടു അനദർ വീഡിയോ. വീഡിയോയിലേക്ക് കടക്കുന്ന മുമ്പ് വിവിധ ബാങ്ക് അക്കൗണ്ടുകളെ പറ്റിയും കാർഡുകളെ പറ്റിയും കൂടുതലായിട്ട് അറിയാനും അപ്ലൈ ചെയ്യാനും വിസിറ്റ് fino360.com, ആമസോൺ, ഫ്ലിപ്കാർട്ട് പോലുള്ള ഇ-കോമേഴ്സ് പ്ലാറ്റ്ഫോമുകളിൽ വരുന്ന ഓഫർ അപ്ഡേറ്റ് ടെലിഗ്രാമിൽ കിട്ടാനായിട്ട് ജോയിൻ എൻ്റെ ഓഫർ ടെലിഗ്രാം ചാനൽ. ഫൈനാൻഷ്യൽ ന്യൂസ് അപ്ഡേറ്റ് മലയാളത്തിൽ എല്ലാ ദിവസവും ടെലിഗ്രാം ചാനലിൽ അപ്ഡേറ്റ് ആയിട്ട് ലഭിക്കാനായിട്ട് ജോയിൻ മണി മലയാളം ടെലിഗ്രാം ചാനൽ, ലിങ്ക് ഇൻ ബിലോ. ഈ ഒരു ബയോമെട്രിക് ഒതൻറ്റിക്കേഷൻ വഴി UPI പേയ്മെൻറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇപ്പോൾ നിലവിൽ എല്ലാ UPI പ്ലാറ്റ്ഫോമിലും വന്നിട്ടില്ല. ഇപ്പോൾ iOS വെർഷൻ നോക്കിക്കഴിഞ്ഞാൽ ഗൂഗിൾ പേയിൽ വന്നിട്ടില്ല, അതുപോലെ തന്നെ ഭീമ ആപ്പിലൊന്നും വന്നിട്ടില്ല. ഇപ്പോൾ നിലവിൽ ലഭ്യമായിട്ടുള്ള ആപ്പുകൾ നോക്കിക്കഴിഞ്ഞാൽ ഒന്ന് ഫോൺ പേ ആണ്. അപ്പോൾ ഫോൺ പേയിൽ എങ്ങനെ ഈ ഒരു ഓപ്ഷൻ എനേബിൾ ചെയ്യാം, അതുപോലെ തന്നെ ഡിസേബിൾ ചെയ്യാമെന്ന് നോക്കാം. ഫോൺ പേ ആപ്പ് ഓപ്പൺ ചെയ്യുക. ഫോൺ പേ ആപ്പ് ഓപ്പൺ ചെയ്ത ശേഷം നമുക്ക് ടോപ്പിലായിട്ട് നമ്മുടെ പ്രൊഫൈൽ ഐക്കൺ കാണാം, അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ QR കോഡൊക്കെ കാണാം. അതിന് താഴേക്ക് പോകുന്ന സമയത്ത് നമുക്കിവിടെ പേ വിത്ത് ഫേസ് ID എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാം. ഇനിയിപ്പോൾ ഫിംഗർ പ്രിൻ്റ് ആണെങ്കിൽ അവിടെ ഫിംഗർ പ്രിൻ്റ് എന്ന് പറഞ്ഞായിരിക്കും കാണുന്നത്. അപ്പോൾ അവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്. ഇതിലേക്ക് താഴേക്ക് പോകുമ്പോൾ നമുക്ക് വീണ്ടും നമുക്ക് പേയ്മെന്റ് സെറ്റിംഗ്സിന്റെ അവിടെയായിട്ട് നമുക്ക് പേ വിത്ത് ഫേസ് ID എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു ഓപ്ഷൻ ഓപ്റ്റ് ചെയ്യുക. ഇപ്പോൾ ഞാൻ പേ വിത്ത് ഫേസ് ID എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു വിൻഡോ വരും. പിന്നെ നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള ബാങ്ക് അക്കൗണ്ട് വരും, അതുപോലെ തന്നെ നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള റുപേ കാർഡ്സ് വരും. അപ്പോൾ സപ്പോർട്ടഡ് ആയിട്ടുള്ളവ നമുക്ക് ആക്ടിവേറ്റ് എന്ന് പറഞ്ഞ് കാണിക്കും. ഇനി സപ്പോർട്ടഡ് അല്ലെങ്കിൽ ഈ രീതിയിൽ കറൻ്റ്ലി നോട്ട് അവൈലബിൾ എന്ന് പറഞ്ഞായിരിക്കും കാണിക്കുന്നത്. ഇപ്പോൾ നിലവിൽ HDFC ബാങ്കിൻ്റെ റുപേ കാർഡ് സപ്പോർട്ട് ചെയ്യുന്നില്ല, സ്ലൈസിൻ്റെ റുപേ കാർഡ് സപ്പോർട്ട് ചെയ്യുന്നില്ല. പക്ഷേ യെസ് ബാങ്ക് ഇഷ്യൂ ചെയ്യുന്ന ആ ഒരു കിവിയുടെ ക്ലിക്ക് കാർഡ് ഉണ്ടല്ലോ, അത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ഈ ഒരു ആപ്പിൽ ഞാൻ അത് ആഡ് ചെയ്തിട്ടില്ല. സപ്പോർട്ടഡ് ആയിട്ടുള്ള ബാങ്ക് അക്കൗണ്ട് അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് ആണെങ്കിൽ ഈ രീതിയിൽ ആക്ടിവേറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ വന്ന് കിടക്കും. അപ്പോൾ ആക്ടിവേറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ആക്ടിവേറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ വീണ്ടും ഒരു പോപ്പ് വരും. അതിനകത്ത് എഗ്രി ആൻഡ് ആക്ടിവേറ്റ് എന്ന് പറയുന്ന ഒരു ബട്ടൺ കാണാം, അത് ക്ലിക്ക് ചെയ്യുക.
ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ ആ ഒരു ബാങ്ക് അക്കൗണ്ടിൽ ഇപ്പോൾ നിലവിൽ സെറ്റ് ചെയ്തിട്ടുള്ള UPI പിൻ എൻ്റർ ചെയ്യാനുള്ള ഓപ്ഷൻ വരും. UPI പിൻ എൻ്റർ ചെയ്യുക. UPI പിൻ എൻ്റർ ചെയ്യുമ്പോഴേക്കും അത് ആക്ടിവേറ്റ് ആയി നമുക്ക് ബാങ്കിൻ്റെ ഭാഗത്ത് നിന്ന് അപ്പോൾ തന്നെ മെസ്സേജും വരും. ബയോമെട്രിക് പേയ്മെൻറ്റ്സ് ആക്ടിവേറ്റഡ് അപ് ടു 5000 രൂപ. 5000 രൂപ വരെയുള്ള പേയ്മെൻ്റ് ആണ് ഈ രീതിയിൽ നമുക്ക് ബയോമെട്രിക് വഴി പേ ചെയ്യാനായിട്ട് സാധിക്കുക. അതുപോലെ തന്നെ ബാങ്കിൻ്റെ ബാലൻസ് നമുക്ക് ചെക്ക് ചെയ്യാം. ഇപ്പോൾ ബാലൻസ് ചെക്ക് ചെയ്യാനായിട്ട് ഇപ്പോൾ ട്രൈ നൗ എന്ന് പറഞ്ഞ ബട്ടൺ ഉണ്ട്. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ഫേസ് ID ഉപയോഗിച്ച് ആ ഒരു ഒതൻറ്റിക്കേഷൻ കംപ്ലീറ്റ് ആയിട്ട് അക്കൗണ്ടിൽ എത്ര രൂപ അവൈലബിൾ ആണെന്ന് കാണിച്ചു തരും. ഇനി നമ്മൾ ഒരു ബാങ്കിൽ ഇത് ആക്ടിവേറ്റ് ചെയ്തു, അല്ലെങ്കിൽ ഒരു റുപ്പേ വേരിയൻ്റ് കാർഡിൽ ആക്ടിവേറ്റ് ചെയ്തു, അത് ഡീആക്ടിവേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ ഒരു സെക്ഷനിൽ തന്നെ വരിക. നമുക്ക് അവിടെ ഡീആക്ടിവേറ്റ് എന്ന് പറഞ്ഞൊരു ബട്ടൺ കാണാനായിട്ട് സാധിക്കും. അത് ക്ലിക്ക് ചെയ്യുക. വീണ്ടും എഗെയിൻ ഒരു ബട്ടൺ പോപ്പപ്പ് ആയിട്ട് വരും, ഡീആക്ടിവേറ്റ്. അത് എഗെയിൻ ക്ലിക്ക് ചെയ്യുക. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ആ ഒരു ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് നമ്മൾ ആ ഒരു ബയോമെട്രിക് വഴിയുള്ള UPI പേയ്മെൻറ്റ് ഡീആക്ടിവേറ്റ് ചെയ്തെടുത്തു. ഇനി എഗെയിൻ നമുക്ക് ആക്ടിവേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ തന്നെ റീആക്ടിവേറ്റ് എന്ന് പറഞ്ഞൊരു ബട്ടൺ വന്നിട്ടുണ്ടാകും. നമ്മൾ നേരത്തെ ചെയ്ത രീതിയിൽ തന്നെ നമുക്കത് വീണ്ടും ആക്ടിവേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. സോ ഫോൺ പേയിൽ ഇങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് ആപ്പ് നമുക്ക് നോക്കാം. നെക്സ്റ്റ് ഇത് ലഭ്യമായിട്ടുള്ള മറ്റൊരു ആപ്പ് ക്രെഡ് ആണ്. ക്രെഡ് ആപ്പ് ഓപ്പൺ ചെയ്യുക. ക്രെഡ് ആപ്പ് ഓപ്പൺ ചെയ്തിട്ട് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള മാർഗ്ഗം എന്ന് വെച്ചാൽ QR കോഡ് സ്കാൻ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉള്ള അത് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ ഇങ്ങനെ പേ വിത്ത് ഫേസ് ID എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരും. ആക്ടിവേറ്റ് എന്ന് പറഞ്ഞ് കാണാം. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഒരു വിൻഡോ വരും. നമ്മൾ ക്രെഡിൽ ആഡ് ചെയ്തിട്ടുള്ള ക്രെഡിറ്റ് കാർഡ് അതുപോലെ തന്നെ ബാങ്ക് അക്കൗണ്ടിൽ ഇത് സപ്പോർട്ട് ചെയ്യുന്ന ഈ ഒരു ഫീച്ചർ ഇപ്പോൾ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ബാങ്ക് അക്കൗണ്ടിൽ അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് മാത്രം ലിസ്റ്റ് ആയിട്ട് വരും. നമുക്കിവിടെ ചേഞ്ച് ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് അത് നമുക്ക് സ്വിച്ച് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഏത് അക്കൗണ്ടിലാണോ നമുക്ക് ആക്ടിവേറ്റ് ചെയ്യേണ്ടത് അത് ഓപ്റ്റ് ചെയ്യുക. അതിനുശേഷം ഈ ഒരു എഗ്രി ആൻഡ് ആക്ടിവേറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാനായിട്ട് സാധിക്കും. ആ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നേരത്തെ കണ്ട രീതിയിൽ ആ ഒരു പർട്ടിക്കുലർ ബാങ്ക് അക്കൗണ്ടിൽ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ള UPI പിൻ എൻ്റർ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരും. UPI പിൻ എൻ്റർ ചെയ്യുക. UPI പിൻ എൻ്റർ ചെയ്ത് കഴിയുന്ന സമയത്ത് നമ്മളുടെ ഫേസ് ID ഒന്ന് സ്കാൻ ആകും. ഫിംഗർ പ്രിൻ്റ് ഉള്ള ഫോണാണെങ്കിൽ ഫിംഗർ പ്രിൻ്റ് വെക്കാനായിട്ട് പറയും. അതുകൂടി ചെയ്യുന്ന സമയത്ത് ആ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ആയി. നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാൻ മാത്രമല്ല അക്കൗണ്ട് ബാലൻസ് ചെക്ക് ചെയ്യാനും ഈ ഒരു ഫീച്ചർ ഉപയോഗിക്കാം. അപ്പോൾ അങ്ങനെയാണ് ക്രെഡിൽ ചെയ്യുന്നത്. ഇനിയിപ്പോൾ ഇത് ലഭ്യമായിട്ടുള്ള മറ്റൊരു പ്ലാറ്റ്ഫോം സ്ലൈസ് ആണ്. സ്ലൈസ് ആപ്പ് ഓപ്പൺ ചെയ്യുക. ടോപ്പിലായിട്ട് നമ്മുടെ പ്രൊഫൈലേക്ക് ഉണ്ട്, ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് UPI സെറ്റിംഗ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം. UPI സെറ്റിംഗ്സ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള ബാങ്ക് അക്കൗണ്ടും അതുപോലെ തന്നെ ക്രെഡിറ്റ് കാർഡ്സും കാര്യങ്ങളൊക്കെ വരും. ഇപ്പോൾ നിലവിൽ സ്ലൈസിൻ്റെ ക്രെഡിറ്റ് കാർഡും അതുപോലെ തന്നെ സ്ലൈസിൻ്റെ സേവിങ്സ് അക്കൗണ്ടും സപ്പോർട്ട് ചെയ്യുന്നില്ല. സ്ലൈസിൻ്റെ ആപ്പിൽ തന്നെ നമുക്ക് പിൻലെസ് ട്രാൻസാക്ഷൻ അവൈലബിൾ ആണ്. പക്ഷേ UPIയുടെ ഭാഗമായിട്ടുള്ള ഈ ഒരു ബയോമെട്രിക് വഴിയുള്ള പേയ്മെൻറ്റ് ലഭ്യമല്ല. നിങ്ങൾ ഈ ഒരു സ്ലൈസ് ആപ്പിൽ ആഡ് ചെയ്തിട്ടുള്ളതിൽ ഏത് ബാങ്ക് അക്കൗണ്ടിലാണ് ഈ ഒരു ഫീച്ചർ എനേബിൾ ചെയ്യേണ്ടത് ആ ഒരു ബാങ്ക് അക്കൗണ്ട് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്യുമ്പോൾ പേ വിത്ത് ഫേസ് ID എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. അത് ജസ്റ്റ് ടിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഒരു ബട്ടൺ വരും. അത് കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുക. നേരത്തെ പോലെ തന്നെ നമ്മൾ ആ ഒരു പർട്ടിക്കുലർ അക്കൗണ്ടിൽ സെറ്റ് ചെയ്തിട്ടുള്ള UPI പിൻ എൻ്റർ ചെയ്യാനായിട്ട് ആവശ്യപ്പെടും. UPI പിൻ എൻ്റർ ചെയ്യുക. നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഫേസ് ID ജസ്റ്റ് ഒന്ന് സ്കാൻ ആകും. അത്രയും ചെയ്ത് കഴിയുമ്പോൾ തന്നെ ആ ഒരു പർട്ടിക്കുലർ അക്കൗണ്ടിൽ ഫേസ് ID ആക്ടിവേറ്റ് ആയി എന്ന് പറഞ്ഞ് കാണിക്കുക. നമുക്ക് മെസ്സേജും വരും. നമുക്കിപ്പോൾ ബാലൻസ് ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഫേസ് ID സ്കാൻ ആകും. ആ ഒരു പർട്ടിക്കുലർ അക്കൗണ്ടിൽ ബാലൻസ് അവിടെ കാണിക്കും. നമ്മൾ UPI പിൻ എൻ്റർ ചെയ്യേണ്ടതായിട്ടില്ല. നമുക്ക് കിവി ആപ്പിൽ ഈ ഒരു ഫീച്ചർ ലഭ്യമല്ല. പക്ഷേ കിവിയുടെ കാർഡ് ആണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ ആ ഒരു കാർഡ് ഈ ഒരു ഫീച്ചറിൽ സപ്പോർട്ട് ആയിട്ടുള്ള പ്ലാറ്റ്ഫോം മുകളിൽ ആഡ് ചെയ്തുകൊണ്ട് അത് എനേബിൾ ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ ആ ഒരു കിവി കാർഡ് യെസ് ബാങ്കിൻ്റെ ആ ഒരു കാർഡ് ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിനകത്ത് നമുക്ക് ഈ ഒരു ഓപ്ഷൻ വന്നിട്ടുള്ളതായിട്ട് കാണാം, പേ വിത്ത് ഫേസ് ID എന്ന് പറഞ്ഞു. അപ്പോൾ അത് നേരത്തെ പോലെ തന്നെ നമുക്ക് എനേബിൾ ചെയ്ത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. കണ്ടിന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. UPI പിൻ എൻ്റർ ചെയ്തുകൊണ്ട് നമുക്കത് ആക്ടിവേറ്റ് ചെയ്യാം. പിന്നെ ഈ ഒരു ഫീച്ചർ വന്നിട്ടുള്ള മറ്റൊരു പ്ലാറ്റ്ഫോമാണ് ആമസോൺ പേ ഓപ്ഷൻ എടുക്കുക. ആമസോൺ പേ ഓപ്ഷൻ എടുത്തിട്ട് നമുക്ക് അതിനകത്ത് താഴെ അക്കൗണ്ട്സ് എന്ന് പറയുന്ന സെക്ഷൻ കാണാം. അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ലോഗിൻ ആൻഡ് സെക്യൂരിറ്റി സെക്ഷനിൽ മാനേജ് ബയോമെട്രിക് ഓൺ UPI എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഈ ഒരു ആമസോൺ പേയിൽ ആഡ് ചെയ്തിട്ടുള്ള റുപേ കാർഡും അതുപോലെ തന്നെ ബാങ്ക് അക്കൗണ്ട്സും വരും. അതിൽ ഏതിലൊക്കെയാണ് ഈ ഒരു ഫീച്ചർ അവൈലബിൾ ആയിട്ടുള്ളത്. അവൈലബിൾ ആണെങ്കിൽ എനേബിൾ എന്ന് പറഞ്ഞൊരു ബട്ടൺ കാണാം. അവൈലബിൾ അല്ലെങ്കിൽ നോട്ട് അവൈലബിൾ എന്ന് കാണിക്കും. ഫെഡറൽ ബാങ്ക് സപ്പോർട്ടഡ് ആണ്, കൊട്ടക് മഹീന്ദ്ര ബാങ്ക് സപ്പോർട്ടഡ് ആണ്, HDFC ബാങ്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. HDFC ബാങ്കിൻ്റെ പക്ഷേ റുപേ കാർഡ് സപ്പോർട്ട് ചെയ്യുന്നില്ല. അപ്പോൾ ഏത് അക്കൗണ്ടിലാണോ എനേബിൾ ചെയ്യേണ്ടത് അത് ഓപ്റ്റ് ചെയ്യുക. എനേബിൾ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നേരത്തെ പോലെ തന്നെ ഒരു എഗ്രി ബട്ടണോ അല്ലെങ്കിൽ കണ്ടിന്യൂ ബട്ടണോ അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു ബട്ടൺ വരും. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ ആ ഒരു പർട്ടിക്കുലർ അക്കൗണ്ടിൽ സെറ്റ് ചെയ്തിട്ടുള്ള UPI പിൻ എൻ്റർ ചെയ്യാനായിട്ട് വരും. അപ്പോൾ ഇങ്ങനെ നമുക്ക് എനേബിൾ ചെയ്യാം. പിന്നെ ആ ഒരു സെയിം പ്രോസസ്സ് തന്നെ കണ്ടിന്യൂ ചെയ്ത് ആ ഒരു ഫീച്ചറിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് നമ്മൾ എനേബിൾ ചെയ്ത അക്കൗണ്ടിൽ ഡിസേബിൾ ചെയ്യാനുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ടാകും. ആ രീതിയിൽ നമുക്ക് ഡിസേബിൾ ചെയ്യുകയും ചെയ്യാം. പിന്നെ ഇപ്പോൾ നിലവിൽ ഈ ഒരു ഫീച്ചർ വന്നിട്ടുള്ള മറ്റൊരു പ്ലാറ്റ്ഫോം Paytm ആണ്. Paytm ആപ്പ് ഓപ്പൺ ചെയ്യുക. മുകളിൽ നമുക്ക് പ്രൊഫൈലേക്ക് കാണാം. അത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് UPI ആൻഡ് പേയ്മെൻറ്റ് സെറ്റിംഗ്സ് എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷൻ എടുക്കുമ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ സെറ്റപ്പ് ഫേസ് ID എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. അത് ആക്ടിവേറ്റ് എന്ന് പറഞ്ഞൊരു ബട്ടൺ കാണാം. അത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ Paytmൽ ആഡ് ചെയ്തിട്ടുള്ള ബാങ്ക് അക്കൗണ്ട്സ് അതുപോലെ തന്നെ റുപേ കാർഡ്സ് ലിസ്റ്റ് ആയിട്ട് വരും. അതിനകത്ത് സപ്പോർട്ടഡ് അല്ലെങ്കിൽ ഈ രീതിയിൽ അത് ഡിസേബിൾ ആയി കിടക്കും. യുവർ ബാങ്ക് ഡസ് നോട്ട് സപ്പോർട്ട് ഫേസ് ID പേയ്മെൻറ്റ്സ്. സപ്പോർട്ട് ആയിട്ടുള്ളതാണെങ്കിൽ അതിങ്ങനെ നമുക്ക് ചൂസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരും. ഇപ്പോൾ ഞാൻ യെസ് ബാങ്കിൻ്റെ ആ ഒരു ക്രെഡിറ്റ് കാർഡിൽ ആക്ടിവേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ അത് ചൂസ് ചെയ്യുക. എൻ്റർ UPI പിൻ ആൻഡ് ആക്ടിവേറ്റ് എന്ന് പറഞ്ഞ ബട്ടൺ കാണാം. നേരത്തെ പോലെ തന്നെ ബാക്കി പ്രോസസ്സും കാര്യങ്ങളൊക്കെ സെയിം ആണ്. UPI പിൻ എൻ്റർ ചെയ്യണം. ദെൻ നമ്മളുടെ
ഫേസ് ഐ ഡി അല്ലെങ്കിൽ ഫിംഗർ പ്രിൻ്റ് ആണെങ്കിൽ ഫിംഗർ പ്രിൻ്റ് കൂടി നമ്മൾ കൊടുക്കേണ്ടതായിട്ടുണ്ട്. ജസ്റ്റ് സ്കാനായി അത് ആക്ടിവേറ്റ് ആയി ഈ രീതിയിൽ എനേബിൾ ചെയ്യാം. സോ ഈ രീതിയിൽ നമുക്ക് വിവിധ പ്ലാറ്റ്ഫോമുകളിൽ ഇപ്പോൾ വന്നുള്ള ബയോമെട്രിക് UPI പേയ്മെൻറ്റ് സംവിധാനം ആക്ടിവേറ്റ് ചെയ്യുകയും അതുപോലെ തന്നെ ഡീആക്ടിവേറ്റ് ചെയ്യുകയും ചെയ്യാം. ഈ ഒരു വീഡിയോ ഇഷ്ടമാണെന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോടുകൂടി